ഹലോ വെൽക്കം ഫ്രണ്ട്സ്. എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിറ്റ്സർലൻഡിൽ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ആൾക്കാർ ഏതെല്ലാം വഴി കൂടെയാണ്, ഏതെല്ലാം മാർഗത്തിലൂടെയാണ്, നമുക്ക് പല വിസകളുണ്ട്, വിസകളെക്കുറിച്ചല്ല പറയുന്നത്, ഏതെല്ലാം വഴികളിലൂടെയാണ് ഇവിടെ എത്തിപ്പെടുന്നതെന്നും ഇവിടെ നോർമലി ഇപ്പം നിലവിൽ താമസിക്കുന്നതെന്നും ഉള്ളതാണ്. ടൂറിസ്റ്റ് വിസയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ടൂറിസ്റ്റിന് മാത്രം നമ്മൾ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ നോർമലായിട്ട് ഒരു റെസിഡൻസ് പെർമിറ്റോട് കൂടി എങ്ങനെയാണ് സാധാരണയായിട്ട് കേരളത്തിൽ നിന്നും ആൾക്കാർ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഒത്തിരി റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല, എങ്കിലും എൻ്റെ ഫണ്ടമെൻ്റലായിട്ട് ഇത്രയും കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഞാൻ കണ്ട ആൾക്കാർ, പല പല മേഖലകളിൽ നിന്നും പരിചയപ്പെട്ട ആൾക്കാരൊക്കെ മലയാളികൾ, പ്രധാനമായിട്ടും മലയാളികൾ, പിന്നെ അല്ലെങ്കിൽ ഇന്ത്യക്കാർ, ഇവർ ഏതൊക്കെ മേഖലയിൽ കൂടിയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറയുന്നത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്ക, ഓസ്ട്രേലിയ അങ്ങനെയുള്ള രാജ്യങ്ങളെ പോലെ തന്നെ സ്റ്റുഡൻറ് വിസ വഴിയാണ് ഏറ്റവും ആർക്കും അപ്ലൈ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ വഴിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു പ്രശ്നമല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ, ഞാൻ സ്വിറ്റ്സർലൻഡിൻ്റെ എംബസിയിൽ എന്തൊക്കെ ഒരു പഴയൊരു ഡേറ്റ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവിടെ ഏകദേശം ഒരു 1000 സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻറ് വിസയിൽ ഒരു കൊല്ലം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളതെന്നാണ്. 1000 ഒരു അറൗണ്ട് ആൾക്കാരാണ് വരുന്നത്. അപ്പം എഡ്യൂക്കേഷൻ എന്നുള്ളത് ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് എത്തിപ്പെടാനായിട്ട്. പക്ഷേ എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ പ്രധാനമായിട്ടും എൻജിനീയറിങ്ങിനും സയൻസ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, പിന്നെ വേറെ ഒത്തിരി സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ ഉണ്ട്. ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിങ്, അങ്ങനെയൊന്നും അല്ലാതെ വേറെ പല കോഴ്സസും ഉണ്ട്. ഉദാഹരണം ക്ലൈമറ്റ് എഞ്ചിനീയറിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ കോഴ്സസ്, റോബോട്ടിക്സിന് വേണ്ടിയുള്ളത്, അല്ലെങ്കിൽ വേറെ സോഷ്യൽ സയൻസിൻ്റെ സെക്ടറിലാണെങ്കിൽ പോലും പല കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ലീഗൽ, ലോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോഴ്സസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വഴി നമുക്കിവിടെ പഠിക്കാൻ പറ്റും. പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ളത് മാസ്റ്റേഴ്സിനും PhDക്കും വേണ്ടിയിട്ടാണ് ഉള്ള ആൾക്കാരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. കാരണം ബാച്ചിലേഴ്സിന് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ മിക്കതിലും, അല്ലെങ്കിൽ ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും ജർമ്മൻ ആണ് പഠിപ്പിക്കുന്നത് തോന്നുന്നു. അതുപോലെ ജർമ്മനിലാണെന്ന് തോന്നുന്നു പഠിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് അതൊരു നല്ല ഐഡിയ ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ സ്വിറ്റ്സർലൻഡിലെ എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു എഡ്യൂക്കേഷൻ, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഇന്നൊവേഷൻ ഇൻഡെക്സിലൊക്കെ ഏറ്റവും കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആദ്യത്തെ ടോപ്പ് 1, 2, 3, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 13 വർഷമായിട്ട് ടോപ്പ് 1ൽ നിൽക്കുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ് എന്നാണ് എൻ്റെ കറക്റ്റ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇന്നൊവേഷനും റിസർച്ച് ആ ഒരു മേഖലയിലാണ്. അതുപോലെ ഒത്തിരി നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരൊക്കെ സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും റിസർച്ചൊക്കെ ചെയ്തതായിട്ട് അറിയാം. ഉദാഹരണം ഐൻസ്റ്റീൻ പോലും സ്വിറ്റ്സർലൻഡിലെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ അങ്ങനെ ഉള്ളൊരു ഇതുണ്ട്. ഇനി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വേറൊരു മേഖലയാണ് റിസർച്ച്. അവർക്ക് പല ഫെലോഷിപ്പുകളുണ്ട്. സ്വിസ് ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വിസ് എക്സലൻസ് സ്കോളർഷിപ്പ്, അതൊരു ഉദാഹരണമാണ്. ഒരു കൊല്ലത്തെ കോൺട്രാക്റ്റായിട്ട് നമുക്ക് ഇവിടെ റിസർച്ച് ചെയ്യാനായിട്ട് വരാം. അപ്പോൾ പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും കിട്ടത്തില്ല ചിലപ്പം, അല്ലെങ്കിൽ പിന്നെ എക്സ്ചേഞ്ചിന് വേണ്ടി വരാം. അത് നമുക്കപ്പോൾ ലോങ് ടൈം ആകുമ്പോൾ നമുക്കിവിടെ റെസിഡൻസ് പെർമിറ്റ്, ടൂറിസ്റ്റ് അല്ലല്ലോ, അങ്ങനെയുള്ള പല വഴികളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന 2 കാര്യങ്ങളുള്ളത്. ഇവിടുത്തെ ഫീസ്, നോർമൽ കോഴ്സുകൾക്ക് ഫീസ് അത്യാവശ്യം കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കമ്പയർഡ് ടു നമ്മൾ UK അല്ലെങ്കിൽ US ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കോഴ്സസിൻ്റെ ഫീസ് വളരെ കുറവാണ്. അതുപോലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റികളുമാണ്. ഞാൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കാര്യം എനിക്കറിയത്തില്ല. ഹോട്ടൽ മാനേജ്മെൻറ്റിനൊക്കെ വളരെ ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ പക്ഷേ എക്സ്പെൻസ് അല്ലെങ്കിൽ ഫീസ് ഭയങ്കര കൂടുതലാണെന്നാണ് ഞാൻ ഒരിക്കൽ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട
ഒരു ഫ്രണ്ട് പറഞ്ഞതായിരിക്കും എനിക്ക് ഓർമ്മ. ഏകദേശം കോടികൾ എന്താണ് ഫീസ് എന്താ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ പൊതുവിൽ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ വളരെ നല്ലതുമാണ്, വളരെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനാണ്, എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വളരെ റാങ്കിങ്ങിനൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് EPFL-ഉം ETH എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ ടോപ്പ് 10 അല്ലെങ്കിൽ 20 അകത്ത് വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതും യൂറോപ്പിലെ UK മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയാണ്. സോ വളരെ നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വഴി സ്വീകരിക്കാം. അതുപോലെ റിസർച്ച് ഫെലോഷിപ്പുകളുണ്ട്, എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുണ്ട്. നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും അവർക്ക് ടൈപ്പും കൊളാബറേഷനൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ IITs-ലോ അല്ലെങ്കിൽ IIM-ലോ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ പല യൂണിവേഴ്സിറ്റികളിലും ടൈപ്പ് ഉണ്ട്. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾ നോക്കുക, അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആ പ്രോഗ്രാമിന് വേണ്ടി അപേക്ഷിക്കുക. അതുപോലെ തന്നെ ചെറിയ എക്സ്ചേഞ്ച് വേറെ സ്വിറ്റ്സർലൻഡിൻ്റെ ഇപ്പോൾ ഉദാഹരണം സ്വിസ്നെക്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്, അതായത് സ്വിസ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഹബ്ബാണ് ഇന്ത്യയിലുള്ളത്. അവർ എഡ്യൂക്കേഷനും ഇന്നോവേഷനും ഒക്കെയാണ് ഒരു ഒരു ഇതായിട്ട് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലൻഡും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ഒരു സെറ്റപ്പ് ആണ്. അപ്പോൾ അതുവഴിയും ചില ടൈ പ്രോഗ്രാമുകൾ എനിക്കറിയാം. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് എഡ്യൂക്കേഷനും റിസർച്ചും വഴി വരാനുള്ള സാധ്യതകൾ. പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വിദ്യാഭ്യാസത്തിന് വേണ്ടി വരികയാണെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞു, അതായത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസമാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ആ 6 മാസങ്ങളിൽ നമ്മൾ ജോലി കണ്ടുപിടിക്കുകയും ആ ജോലിക്ക് വേണ്ടിയിട്ട് ആ ജോലിക്ക് വേണ്ട വർക്ക് പെർമിറ്റ് നിങ്ങളുടെ കമ്പനി സ്പോൺസർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ കേരളത്തിൽ നിന്ന് വന്ന ഒരു കേരളത്തിൽ നിന്നും വന്നൊരു മലയാളി ETH-ൽ മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം 6 മാസത്തിനുള്ളിൽ ആള് ഒരു ഇന്റേൺഷിപ്പിന് കയറി. അതിനുശേഷം അവർ ഫ്രഞ്ചും പഠിച്ചു, ഫ്രഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് വർക്ക് പെർമിറ്റും കൊടുത്തു. സോ ഷീസ് കണ്ടിന്യൂയിങ് ഇൻ സ്വിറ്റ്സർലൻഡ്. അതേ സമയം തന്നെ അതേ കോഴ്സ് പഠിച്ച വേറൊരാൾ ആൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, തിരിച്ച് ഇന്ത്യയിലേക്ക് പോകേണ്ടി വന്നു. അതുപോലെ കൂടുതൽ ആൾക്കാരും എൻ്റെ അറിവിലുള്ളവർ ഇവിടെ പഠിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടുന്നത് വളരെ സ്ട്രഗിളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉദാഹരണം, ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇൻറ്റേൺഷിപ്പിന് എനിക്ക് റിജക്ഷൻ കിട്ടിയുള്ളൂ. അപ്പോൾ ആ ഇൻറ്റേൺഷിപ്പിന് അവർ 450-നടുത്ത് ആപ്ലിക്കേഷനാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സൈസും എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ നമ്പറാണ്. ആ 450 ആപ്ലിക്കേഷനിൽ 17 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു, ഇൻ്റർവ്യൂ ഒക്കെ വളരെ നന്നായിട്ട് പോയി. പക്ഷേ അവസാനം നമുക്കത് കിട്ടിയില്ല. സോ ഈ 6 മാസത്തിൽ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടതിന് ശേഷം യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളിലും നമുക്ക് സ്വിറ്റ്സർലൻഡിലെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും. യൂറോപ്പിലാണെങ്കിലും നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോയി കഴിഞ്ഞാൽ, ഇന്ത്യയിൽ പോയി കഴിഞ്ഞാലും ഒക്കെ അതിൻ്റെതായ വാല്യൂ ഉണ്ടാവും. ആ ഒരു റിസ്ക്കും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അതുപോലെ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് സ്കോളർഷിപ്പിനുള്ള സാധ്യതകളുണ്ട്, പക്ഷേ സ്കോളർഷിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം മിനിമം ഒരു നോർമൽ വേ ഓഫ് ലിവിങ് വേണമെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 2 ലക്ഷം രൂപയെങ്കിലും ഇവിടെ വേണ്ടി വരും. കാരണം താമസിക്കാനായിട്ട് നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസും 2 ലക്ഷത്തിൻ്റെ ആവശ്യം, നമ്മൾ തട്ടിക്കൂട്ടി ജീവിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 ലക്ഷത്തിനകത്ത് എന്തായാലും ജീവിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇവരുടെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട്, അതായത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പായിട്ട് കൊടുക്കുന്നത് നോർമലി ഒരു 2 ലക്ഷം ആ റേഞ്ചിലാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് ഇവിടെ ജീവിക്കാൻ, നോർമലായിട്ട് ജീവിക്കാനായിട്ട് അക്കോമഡേഷനും ഇൻഷുറൻസും ട്രാൻസ്പോർട്ടേഷനും ഭക്ഷണം എല്ലാം കൂടെ നോക്കുമ്പോൾ, ലെഷറും എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ചിൽ ആണ് നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ ജീവിക്കാൻ പറ്റുന്നത്. 1 ലക്ഷത്തിന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, 1 ലക്ഷത്തിന് 50 ലക്ഷം 1.5 ലക്ഷത്തിനൊക്കെ ഏകദേശം നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു പോകാം കേട്ടോ. മിക്ക ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഒരു 1 ലക്ഷത്തിന് 1.5 ലക്ഷത്തിന് ഇടയ്ക്ക് ഉള്ള ഒരു എക്സ്പെൻസിൽ നമ്മൾ ജീവിച്ച് പോകാൻ
ഉള്ള അക്കോമഡേഷനും രീതികളും എല്ലാം കണ്ടുപിടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലികൾ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ നിയമമുണ്ട്. നമുക്ക് ഒരു ആഴ്ചയിൽ എത്രയോ 14-15 മണിക്കൂർ അങ്ങനെ എന്തോ ആണ് നമുക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സമ്മർ ഹോളിഡേയ്സിൻ്റെ സമയത്ത് പിന്നെ വർക്ക് ചെയ്യാൻ ഉള്ളതുണ്ട്. ബേസിക്കലി എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ സ്റ്റഡീസ് ഒരു തരത്തിലും തടസ്സപ്പെടരുത്. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഭാഗമാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. അല്ലെങ്കിൽ അതായത് കമ്പൾസറി ആയിട്ട് നിങ്ങളുടെ ഡിഗ്രിയോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം നിങ്ങളുടെ ഇന്റേൺഷിപ്പ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറെ ഇന്റേൺഷിപ്പ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. പല ആളുകളും അങ്ങനെയൊക്കെ ഇന്റേൺഷിപ്പിന് പോവുകയും ആ ഇന്റേൺഷിപ്പ് ജോലിയായിട്ട് മാറും അങ്ങനെയൊക്കെയുള്ള പല പ്ലാനുകളും കൊണ്ട് വരാറുണ്ട്. പക്ഷെ അതൊക്കെ സക്സസ് ആകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പൊതുവിൽ ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സ്വിറ്റ്സർലൻഡിലെ തന്നെ സൂറിക്കിലെ ഇവരുടെ ഗവൺമെന്റിൽ നിന്നും വരുന്ന ഒരാളുടെ അതായത് ഈ വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുടെ ഒരു സെമിനാറിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് കൂടിയാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. സോ സാധാരണയായിട്ട് നമുക്ക് ഞാൻ എഡ്യൂക്കേഷനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതായിരിക്കുമല്ലോ പല ആളുകളും ഒരു ഫസ്റ്റ് ചോയ്സായിട്ട് കാണുന്നത് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഫസ്റ്റ് ചോയ്സുമാണ് അത്. ഒത്തിരി ഏറ്റവും ഡയറക്റ്റായിട്ട് നമുക്ക് സാധ്യതകളും കൂടുതലുള്ളതാണ്. മറ്റുള്ള ഇപ്പോൾ എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, അല്ലെങ്കിൽ നമ്മൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ല. ഇതെന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിസർച്ചൊക്കെ വഴി നമുക്കൊരു സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു എൻട്രി കിട്ടുക എന്നുള്ളത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വളരെ കുറച്ച് വിസകൾ അല്ലെങ്കിൽ 1000 ആൾക്കാരാണ് പഠിക്കാനായിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നത് ഒരു കൊല്ലം. ഇന്ത്യയിൽ നിന്നും ഞാനിപ്പോൾ കേരളത്തിൽ നിന്നല്ല, ഞാൻ ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. സോ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചോ. സ്വിറ്റ്സർലൻഡിലേക്ക് പഠിക്കാനായിട്ട് വരുന്ന അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലേക്ക് പഠിക്കാൻ വന്നതിന് ശേഷം ഇവിടെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽ ആവാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ജോലിയായിട്ട് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവിടുത്തെ കമ്പനി നമുക്ക് ഒരു ജോലി തരിക. അപ്പോൾ അതായത് ഒരു വർക്ക് പെർമിറ്റ് സ്പോൺസർ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു വർക്ക് പെർമിറ്റ് ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അപ്പം നിങ്ങളുടെ റെസിഡൻസി എന്ന് പറയുന്നത് ഈ വർക്ക് പെർമിറ്റുമായിട്ട് കയ്യെത്തിലായിരിക്കും. ഇതൊക്കെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ റെസിഡൻസിയുടെ സ്റ്റാറ്റസ് ഒക്കെ മാറിക്കഴിയുമ്പോൾ പല വ്യത്യാസങ്ങൾ വരും. പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ടൊരു വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് ബി വർക്ക് പെർമിറ്റ് എന്നാണ് ഇവിടെ നോർമലി പറയുന്നത്. അപ്പോൾ അതുവഴി കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങളെ സ്പോൺസർ ചെയ്യേണ്ടി വരും. അപ്പോൾ 2 മാർഗങ്ങളാണ് പൊതുവിൽ, അല്ലെങ്കിൽ 2 3 എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. ഒന്ന്, നാട്ടിൽ നിന്ന് തന്നെ ഒരു ജോലി അപ്ലൈ ചെയ്തതിന് ശേഷം ഇവിടെ ഉള്ള ഒരു കമ്പനി നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് സ്പോൺസർ ചെയ്ത് നിങ്ങൾക്കൊരു ജോലി തരിക. ഇത് വളരെ 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 അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്കറിയാം, ഡയറക്റ്റായിട്ട് നാട്ടിൽ നിന്നും ഒരു ജോലി കിട്ടി സ്വിറ്റ്സർലൻഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, കേരളത്തിൽ നിന്നും. അപ്പോൾ ഉദാഹരണമായിട്ട് ഇൻ്റർനാഷണൽ ജോബുകൾ വിളിക്കും. ഉദാഹരണം യുണൈറ്റഡ് നേഷൻസിൻ്റെ അതുപോലെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ്റർനാഷണൽ ജോബ് ഓഫേഴ്സ് ജോബുകൾ വിളിക്കും. അപ്പോൾ അതിന് നിങ്ങൾ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അത് വളരെ ചെറിയൊരു കൂട്ടർക്കാണ് കിട്ടുന്നത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ പഠിച്ചതിന് ശേഷം നിങ്ങളിവിടെ ജോലി 6 മാസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കമ്പനി നിങ്ങളെ സ്പോൺസർ വർക്ക് പെർമിറ്റോട് കൂടി നിങ്ങൾക്ക് ജോലി തരുന്നു. അതും ഈ പറയുന്ന പോലെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ആണ് ആദ്യം പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ സാധ്യത കൂടുതലുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിലുള്ള പല IT കമ്പനികളിൽ നിന്നൊക്കെ ആൾക്കാരോട് ഓൺ സൈറ്റിന് വരും. ഈ ഓൺ സൈറ്റിന് വന്നതിന് ശേഷം അവർ വേറെ ജോലി ഇവിടെ കണ്ടുപിടിച്ച് ഇവിടെ തന്നെ സെറ്റിലാവും. അതാണ് വേറൊരു ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം
ഇങ്ങനെയുള്ള രീതികളിൽ ഒക്കെയാണ് നമുക്ക് ജോലി സാധ്യതകളുള്ളത്. ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതൊരു ഏറ്റവും ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിറ്റ്സർലൻഡിലെ നിയമം അനുസരിച്ച് ഒരു ജോലി അഡ്വർടൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആദ്യം അവർക്ക് സ്വിസ് നാഷണൽസോ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ EFTA എന്നൊരു അഗ്രിമെന്റ് ഉണ്ട്. ഒരു ട്രേഡ് എഗ്രിമെന്റ് ആണ്. സ്വിറ്റ്സർലൻഡും 3 രാജ്യങ്ങൾ, നോർവേ, ലിechtensteinഉം ഐസ്ലൻഡും അയർലൻഡും എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് ആയിട്ട് ഒരു സ്വിറ്റ്സർലൻഡിന് ടൈപ്പ് ഉണ്ട്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെയും EFTA-യിലുള്ള രാജ്യങ്ങളിലും സ്വിറ്റ്സർലൻഡിലുള്ള ആൾക്കാരെ ആ പർട്ടിക്കുലർ ജോബിന് കണ്ടുപിടിക്കാൻ അവർക്ക് 6 മാസം എന്തോ സമയം അവർ ജോബ് അഡ്വർടൈസ് ചെയ്തിട്ടും അവർക്ക് ആരെയും കിട്ടിയില്ല. എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പുറത്തുനിന്നുള്ള രാജ്യം, അവരിതിനെ പറയുന്നത് തേർഡ് വേൾഡ് കൺട്രീസ് എന്നാണ്. തേർഡ് വേൾഡ് കൺട്രി എന്ന് പറയുമ്പോൾ അതിനൊന്നും കുറവൊന്നും വിചാരിക്കണ്ട. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ തേർഡ് വേൾഡ് കൺട്രിയിൽ അമേരിക്കയും ഓസ്ട്രേലിയയും ന്യൂസിലൻഡൊക്കെ ഉൾപ്പെടും. അതിൻ്റെ കൂടെ നമ്മൾ ഉൾപ്പെടും. പക്ഷേ അപ്പം ഈ ഒരു സംഭവം അവർക്ക് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഈ കാര്യം പ്രൂവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലപ്പോഴും ചെറിയ കമ്പനികളെ സംബന്ധിച്ച്. പക്ഷെ വലിയ കമ്പനികളെ സംബന്ധിച്ച് അവർക്കത് ചെയ്ത പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരതിനു വേണ്ടി തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ ചില കമ്പനികളിലൊക്കെ അവർക്ക് സാലറി കുറഞ്ഞ് എംപ്ലോയീസിനെ കിട്ടാൻ വേണ്ടി അവർ ചെയ്യും. പക്ഷെ എങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും ഒരു സ്വിറ്റ്സർലൻഡിലെ ഒരു കമ്പനി ജോലി തരണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സ്കിൽസ് ഉണ്ടാവേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ആ മേഖലയിൽ ആൾക്കാരെ കിട്ടാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. ഇതാണ് ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയ്മെന്റ് കിട്ടാനുള്ള സാധ്യതകൾ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫാമിലി റീയൂണിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഡിപ്പെൻഡന്റ് വിസ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ, അതായത് നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നമുക്ക് ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ളതാണ് നമ്മൾ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പോലും. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫോ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ അവരുടെ സ്പൗസിനെയും അവരുടെ കുട്ടികളെ നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് കൊണ്ടുവരാനുള്ള വകുപ്പുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഹസ്ബൻഡിന് അല്ലെങ്കിൽ സ്പൗസിന് ഇതേപോലെ തന്നെ വർക്ക്, അതായത് ഇപ്പം നിങ്ങളുടെ സ്പൗസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതേ വിസ കാറ്റഗറി തന്നെ ആയിരിക്കും തരുന്നത്. അപ്പം കൊണ്ടുവരുന്ന ആൾക്കും ഇവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അറിവിൽ ഈ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ 18 വയസ്സ് വരെ എന്താണെന്ന് തോന്നുന്നു, 18 16 വയസ്സ് വരെ എന്താണെന്ന് തോന്നുന്നു അവരെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പറ്റുന്നത്. അവർക്ക് ഈ പറയുന്ന വർക്ക് പെർമിറ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ ജീവിക്കുന്ന ഒരാളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, അതിനുശേഷം വർക്ക് ചെയ്യാം. ഓക്കെ, അതിപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ PhD ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എൻ്റെ അറിവിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഒരു കൊല്ലത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റോട് കൂടിയാണെന്ന് തോന്നുന്നു സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റുന്നത്. ഇനി ചില സാഹചര്യങ്ങളുണ്ട്, ചില പ്രോഗ്രാമുകളൊക്കെ 1 ഇയറിന്റെ കോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്പൗസിനെ കൊണ്ടുവന്നാലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കത്തില്ല. ഇങ്ങനെയൊരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം, ഒരേ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരെ ഒരാളുടെ സ്പൗസ് വന്നപ്പോൾ അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാത്തൊരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റൊരാളുടെ സ്പൗസിന് വർക്ക് പെർമിറ്റോട് കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സോ ഇവിടെ എനിക്ക് മനസ്സിലാക്കിയത് സ്വിറ്റ്സർലൻഡിൽ ഇവർ വർക്ക് പെർമിറ്റ് കൊടുക്കുമ്പോൾ അവർ ഓരോ കേസ് ബൈ കേസ് നോക്കിയിട്ടും പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിത് കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ എഡ്യൂക്കേഷൻ, റിസർച്ച്, ഈ 3 കാറ്റഗറിയിലുള്ള വിസയിൽ കൂടെ ഞാനും എൻ്റെ വൈഫും കടന്നു പോയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ നിന്നിട്ടുണ്ട്, റിസർച്ച് നിന്നിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഉണ്ടായിട്ടുണ്ട്, ഫാമിലി റീയൂണിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചെല്ലാം
കുറച്ച് ഏഹ്, പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി നാലാമതായിട്ട് പറയുകയാണെങ്കിൽ മാരേജ്. മാരേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വിറ്റ്സർലൻഡില് ആദ്യം പറഞ്ഞ പോലെ ഫാമിലി റീയൂണിഫിക്കേഷന്റെ കാര്യം പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡില് ഒരു യൂറോപ്യൻ സിറ്റിസണിന് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് സിറ്റിസണിനെ ഒക്കെ മാരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ വന്നതിന് ശേഷം വർക്ക് പെർമിറ്റും കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അത് നമ്മൾ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എൻ്റെ അടുത്തുനിന്ന് ഇൻപുട്ടൊന്നും വേണമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെ അറിയാം. അതായത് കേരളത്തില് ടൂറിസ്റ്റായിട്ട് വന്നതിന് ശേഷം അവിടുന്ന് അവര് ഇഷ്ടപ്പെടുകയും അവര് കല്യാണം കഴിക്കുകയും അതിനുശേഷം ആ മലയാളി അവര് കല്യാണം കഴിച്ച് കുട്ടിയൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഐ മീൻ സ്വിസ് ലേഡി ആയിരുന്നു. സ്വിസ് ലേഡി കേരളത്തിലേക്ക് വരാറുണ്ട്. കേരളത്തിലാണ് താമസം തോന്നുന്നു. കേരളത്തിലുള്ള നമ്മുടെ മലയാളി ഹസ്ബൻഡ് ഇവിടെ വന്ന് നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരെ ഏകദേശം സെറ്റായ ആൾക്കാരെ അറിയാം. ഇനി അഞ്ചാമത്തത് ഓൺ സൈറ്റ്. അതായത് നമ്മുടെ നാട്ടിലുള്ള ഐടി കമ്പനികളുണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന TCS, ഇൻഫോസിസ് ഇങ്ങനെയുള്ള പല ഐടി കമ്പനികളും ഓൺ സൈറ്റിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് ആൾക്കാരെ വിടും. സാധാരണ രീതിയിൽ ഇപ്പോൾ US പോകുന്ന പോലെ 1 കൊല്ലത്തിനോ 2 കൊല്ലത്തിനൊക്കെ അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള പ്രധാനമായിട്ടുള്ള ടെക്ക് നമ്മുടെ എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പുതിയതായിട്ട് വരുന്ന ആൾക്കാരെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ വരികയും അങ്ങനെ വരുമ്പോൾ ഇവരുടെ വിസ എന്ന് പറയുന്നത് തിരിച്ചു പോകേണ്ട രീതിയിലുള്ള വിസയായിട്ട് ഷോർട്ട് ടൈം ആയിട്ടുള്ള വിസയാണ് കൊടുക്കുന്നത്. അതായത് 1 2 കൊല്ലം 2 കൊല്ലം വരെ എന്താണ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാനതൊന്നും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഫാക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് ഒക്കെ ഉണ്ടാവാം. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് പോയിട്ട് ഞാൻ മറുപടി പറയാം. എന്തായാലും നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും അത് എവിടെയെങ്കിലുമൊക്കെ പോയി മനസ്സിലാക്കാനും അതിൻ്റെ ഉത്തരം പറയാനുമുള്ള റിസോഴ്സസിനെ കുറിച്ച് എനിക്ക് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് അതേ സെയിം പ്രോബ്ലത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം പേഴ്സണലായിട്ട്. സോ അതൊരു ബ്ലെസ്സിങ് ആണ്. ഇനി വേറൊരു കാര്യമാണ് ബിസിനസ് ചെയ്യാനായിട്ട്. ഇവിടെ ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അത് ഇതിലൊക്കെ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്നും അധികം ആൾക്കാര് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ പറയുന്ന മറ്റ് രീതിയിൽ വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ബിസിനസ്സിലേക്ക് കടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. പക്ഷേ അല്ലാതെ ഇന്ത്യയിൽ നിന്നും ഒരാൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ഓൺട്രപ്രനർ ആയിട്ട് വരാനുള്ള സാധ്യതയും സാഹചര്യവും വളരെ വളരെ കുറവാണ്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്കറിയത്തില്ല. പക്ഷേ അത് ചെയ്യാനുള്ള ലീഗലി പ്രൊവിഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു കാര്യമാണ്, നിങ്ങൾ ഒത്തിരി വലിയ റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസിഡൻസ് പെർമിറ്റ് വാങ്ങിക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് താമസിക്കാം. പക്ഷെ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതൊത്തിരി കോടികൾ വില വരുന്ന സംഭവമാണ്. ഏകദേശം 10 കോടി ആ റേഞ്ചിൽ എന്താണ്. പൊതുവിൽ എനിക്ക് തോന്നുന്നു റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് കാശ് കൊടുത്തിട്ട് ഇവിടെ ലീഗലി റിസൈഡ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ സമയത്ത് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ബേസിക്കലി സ്വിറ്റ്സർലൻഡ് നോക്കുന്നത് നിങ്ങൾ കാശ് വരുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് സെക്യൂർ ആയിട്ടും ഹാപ്പി ആയിട്ടും ജീവിക്കുന്നു. നിങ്ങളുടെ കാശ് ഇവിടെ ചെലവഴിക്കുന്നു. ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡിന്റെ എക്കോണമിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാൻ പറ്റും. ഞാൻ ഈ വർക്ക് പെർമിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അതായത് സ്വിറ്റ്സർലൻഡിലെ ഒരു കമ്പനി വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ലേബർ ഓർഗനൈസേഷൻ ആവട്ടെ ഒരു വർക്ക് പെർമിറ്റ് കൊടുക്കുന്ന ആൾക്കാരുടെ മെയിൻ കൺസിഡറേഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് സയന്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടോ സ്വിറ്റ്സർലൻഡിന് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് അവർ ഈ വർക്ക് പെർമിറ്റ് കൊടുക്കത്തുള്ളൂ. അതാണ് അവരുടെ മെയിൻ കൺസിഡറേഷൻ. അപ്പൊ ഈ സംഭവം അവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ എംപ്ലോയറെ സംബന്ധിച്ചുള്ള ഒബ്ജക്റ്റീവ്. അപ്പം അത് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് തരാം. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, 1 2 കൊല്ലം ജോലി ചെയ്തിട്ട് അവർ ചെറിയൊരു ഓർഗനൈസേഷൻ ആയിരുന്നു, വർക്ക് പെർമിറ്റ് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആൾക്ക് തിരിച്ച് നാട്ടിലോട്ട് പോകേണ്ടി വന്നു. ഇതാണ് വേറൊരു കാര്യം. പിന്നെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 7 മെത്തേഡ്സ് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഈ 8ാമത്തത് മാത്രം ഞാൻ കളർ മാറ്റി കൊടുത്തത്. സ്വിറ്റ്സർലൻഡിൽ നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏകദേശം ഒരു 5000-ന് മുകളിൽ മലയാളികൾ
നിലവിൽ സ്വിറ്റ്സർലൻഡിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. ഊഹമാട്ടോ. ഞാൻ ഈ പറയുന്ന മലയാളി അസോസിയേഷൻ്റെ ഓണമോ അതുപോലുള്ള പരിപാടിക്കൊക്കെ പോയിട്ട് പ്രധാനമായിട്ടും സ്യൂറിക്ക്, ജനീവ, ബാസില്, ബേൺ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ ഉള്ള മലയാളികളുടെ ഒരു കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓണം ഫെസ്റ്റൊക്കെ നടക്കുമ്പോൾ ഏകദേശം 2000 ആൾക്കാരാണ് എവിടെ നമ്മുടെ സ്യൂറിക്കിൽ വരുള്ളൂ. പിന്നെ അവരുടെ കുടുംബക്കാരും വരാത്ത ആൾക്കാരും എല്ലാം കൂട്ടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും 5000-നും 10,000-നും ഇടയ്ക്കുള്ളൊരു മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു ഊഹം വച്ചിട്ട്. അപ്പം ഈ ഇത്രയും 10,000-ത്തോളം ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് ഭൂരിഭാഗവും ആൾക്കാരെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 1 മുതൽ 7 വരെയുള്ള മാർഗത്തിൽ കൂടെ വന്ന ആൾക്കാരല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. നമ്മളിവിടെ പരിചയപ്പെടുന്ന ഭൂരിഭാഗം മലയാളികൾ എന്ന് പറയുന്നത് നേഴ്സുമാരാണ്. ഈ നേഴ്സുമാരെല്ലാവരും തന്നെ വന്നിട്ടുള്ളത് അവരാദ്യം യൂറോപ്പിലെ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് വരുന്നു. അവിടെ ജോലി ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന 4 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടുത്തെ പെർമിറ്റ് കിട്ടുന്നു. അല്ലെങ്കിൽ അവരവിടുത്തെ സിറ്റിസൺ ആവുന്നു. അവരവിടുത്തെ സിറ്റിസൺ ആയതിനു ശേഷം അവർ സ്വിറ്റ്സർലൻഡിൽ ഒരു ജോലി കണ്ടുപിടിച്ചതിന് ശേഷം മൂവ് ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാവരും. എല്ലാ നേഴ്സുമാരും അതിൽ ഭൂരിഭാഗം വരുന്ന നേഴ്സുമാരും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഇനി ഇതൊന്നും അല്ലാതെ 50 കൊല്ലങ്ങൾക്ക് മുന്നേ ഡയറക്റ്റ് ആയിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് വന്ന നേഴ്സുമാരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഇന്റർവ്യൂ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം ചെയ്യാം. അവരുടെ കഥകളും അവരുടെ ചിന്തകളും ഒക്കെ ഭയങ്കര രസകരമാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് നാട്ടിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് വരുന്നവരെ സംബന്ധിച്ച് എൻ്റെ ചെറിയ അറിവിൽ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർക്കും സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളെ കണക്ട് ചെയ്ത് വിടാം. ഇതൊക്കെയാണ് നോർമലി സ്വിറ്റ്സർലൻഡിൽ വരാനുള്ള വഴികൾ. ടൂറിസ്റ്റ് അല്ലാതെ. ഓക്കെ, ടൂറിസ്റ്റ് മീൻസിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിനായിട്ട് ഒരു ആഴ്ചത്തേക്കോ ഒക്കെ അല്ലാതെ വരാനുള്ള വഴികൾ. അപ്പം വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.